ഇന്നിപ്പോൾ ഒരു ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസുമാണ്. അപ്പം അതിനുവേണ്ടി ചിക്കൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ചില്ലി പീസായിട്ടാണ് വാങ്ങിയത്. അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കളറ്, കുറച്ച് തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിലോട്ട് കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടിയും, ഒരു 3-4 സ്പൂൺ കോൺഫ്ലവറും ഒരു കോട്ടിങ്ങിന് വേണ്ടി നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അങ്ങനെ നല്ലപോലെ പുരട്ടി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. നമ്മൾ പിന്നെ നേരത്തെ പുരട്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം, ഇത് രാത്രിയിലേക്കാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആകുന്നതുകൊണ്ട് വൈകുന്നേരം എടുത്തൊന്ന് പൊരിച്ചെടുത്തു. പിന്നെ ചോറ് വേവിച്ച് ഊറ്റി വെക്കാനാണ്. അതിനുവേണ്ടി 1 കിലോ അരിയാണ് വെക്കുന്നതിന് സ്പൈസസൊക്കെ ഇട്ടിട്ട് ഒരു പാത്രത്തിലൊന്ന് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളക്കുമ്പോൾ അരി ഇടാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ വേവിച്ച് ഊറ്റുമ്പോൾ ഇളക്കണം എന്നൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇളന്നെടുത്ത് 1 കിലോ ആണ്. 1.25 കപ്പ് അരിയാണ് വലിയ കപ്പിന്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ ഉപ്പിട്ടു. എന്നിട്ട് വെള്ളം തിളക്കുമ്പോൾ അരി ഇട്ടു. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിക്കനും 2 ട്രിപ്പ് ആയിട്ടുണ്ട്. ചോറും വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറൊന്ന് ഊറ്റി മാറ്റുന്നുണ്ട്. അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊരിച്ച കോഴിയൊന്ന് ചില്ലി ആക്കിയെടുക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് പൊരിച്ച എണ്ണയിലോട്ടാണ്. കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു സവാള ഇട്ട് കാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് വഴന്ന് വരുമ്പോഴാണ് അതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനല്ല, ആദ്യം സോസുകളാണ്. സോയാ സോസും ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഈ 3 സോസും ഈ 2 തവി വെച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തു. ഈസിയാണ് നമുക്ക് ഈ മോഡലിൽ ഉണ്ടാക്കിയാൽ. പിന്നെ ഈ കോൺഫ്ലവറിൽ കുറച്ച് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. അതാണ് ഈ ഒരു കളർ. പിന്നെ അങ്ങനെ ചില്ലി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറൊന്ന് ഫ്രൈഡ് റൈസ് ആക്കി എടുക്കണം. ആദ്യം വേവിച്ച് ഊറ്റിയതേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയായി അരിഞ്ഞ സവാളയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ക്യാരറ്റ്, ബീൻസ്, കാപ്സിക്കം ഇതൊക്കെ ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് വഴന്ന് വരുമ്പോൾ 2 മുട്ട ചേർത്ത് കൊടുക്കാനാണ്. മുട്ട നമ്മൾ സെപ്പറേറ്റ് ചിക്കിയെടുത്ത് ചേർത്താലും മതി. ഇതിലോട്ട് തന്നെ ഇട്ടപ്പോൾ ഒന്ന് കൂടുതൽ വഴന്ന് പോയി. എന്നിട്ടുണ്ട് അതിലോട്ട് അരിയും കൂടി ഇട്ടു നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇതിലോട്ട് കുറച്ച് കുരുമുളകും കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രൈഡ് റൈസും റെഡിയായി.